ഹലോ ഡിസംബർ ആയില്ലേ? അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അതെന്താണെന്നറിയില്ല. എന്തായാലും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അതിന് ആദ്യം തന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഓറഞ്ച് തൊലിയാണ് കേട്ടോ. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡറാണ്, അതും ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. പിന്നെ ഒരു 1/4 കപ്പിൻ്റെ പകുതി ഭാഗം നമ്മുടെ ഡേറ്റ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹാർഡുള്ള ഡേറ്റ്സ് വേണം, സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കരുത്. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ചെറീസ്, 1/2 കപ്പ് ഉണക്ക മുന്തിരി, 1.5 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി, 1 ടീസ്പൂൺ ഹണി, 1/2 ടീസ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം, 2 ടേബിൾ സ്പൂൺ ഷുഗർ, ഒരു 1/2 ടീസ്പൂണിൻ്റെ 1/4 ഭാഗം ഗരം മസാലപ്പൊടി, 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ബൗൾ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിൽ ഒരു 3 അണ്ടിപ്പരിപ്പ്, ഒരു വാൽനട്ട്, 3 ബദാം, പിന്നെ ഒരു അത്തിപ്പഴം 4 കഷ്ണങ്ങളാക്കിയത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് മിക്സിന് ഇനി വേണ്ടത് നമ്മൾ 1 ടീസ്പൂൺ നെയ്യിന് വേണ്ടിയിട്ട് നമ്മൾ ഹോം മെയ്ഡ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. പാൻ ഇവിടെ ചൂടാക്കി. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഒരു മിക്സിൽ നമ്മൾ പട്ടപ്പൊടിയോ ഏലക്കാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, അത് നിങ്ങളെ ഇഷ്ടത്തിന്. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഒന്നും ചേർത്തിട്ടില്ല, അതും വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹോം മെയ്ഡ് കാരമൽ ഇതിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങിയൊരു കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് കുറേ തോന്നിയത്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റും ഉണ്ട്. ആ ഒരു എന്താ പറയുക, കളറും അതുപോലെ ആ ഒരു ടേസ്റ്റിൻ്റെ ക്വാളിറ്റിയിലുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് തോന്നിയത്. നമ്മളിവിടെ ബട്ടറും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഷോപ്പിൽ അറിയാമല്ലോ റേറ്റ് കുറച്ച് കിട്ടുന്നതും അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടോയെന്ന് എന്തായാലും നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. പിന്നെ ഏകദേശം ഇവിടെ വറ്റിക്കഴിഞ്ഞ്, അതായത് നന്നായിട്ട് വറ്റിക്കഴിഞ്ഞ് 1 മിനിറ്റിന് മുന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ചേർക്കുന്നതാണ് ബെറ്റർ. അതുകൊണ്ട് തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു മിക്സ് ഞാൻ വേറെ ബൗളിലാക്കിയത് കേട്ടോ. പിന്നെ ഇതിവിടെ ചേർത്ത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് നമ്മളിത് ചൂടാറാൻ വെക്കുകയാണ്. ചൂടാറിയിട്ട് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ ഭരണിയിലോ ഗ്ലാസ് കുപ്പികളിലോ ഒക്കെ എടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കാം. അത് എത്രത്തോളം ദിവസം വെക്കുന്നു, ഒരു 1 വീക്കൊക്കെ പുറത്ത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല ഒരു 1 മന്തൊക്കെ ആണെങ്കിൽ ഒരു 2 വീക്കൊക്കെ പുറത്ത് വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതും 1 മാസം 2 മാസം 3 മാസം മുന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നത് വേണ്ടിയിട്ട് 1/4 കപ്പിലും കൂടുതൽ ഗ്രാം അളവിലാണെങ്കിൽ 100 ഗ്രാം മൈദപ്പൊടി, അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പട്ടപ്പൊടി, 1/8 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ ഞാൻ മറന്നു പോയതാണ്, കുറച്ച് മൈദപ്പൊടി മാത്രമായിട്ട് നമ്മുടെ ഫ്രൂട്ട് മിക്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിയും പട്ടപ്പൊടിയും ഇതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുക, ഓവർ കുത്തൽ വേണമെന്നില്ലാത്തവർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ആക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഫ്ലോർ മിക്സ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നന്നായിട്ട് അരിപ്പയിൽ സീവ് ചെയ്തെടുക്കുക. അരിപ്പയിൽ ബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നെ തട്ടിയിട്ട് എടുക്കാനായിട്ട്, അത് കളയരുത്. പിന്നെ ഒന്ന് വീണ്ടും ജസ്റ്റ് മിക്സ് ആക്കി എടുത്ത് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് 1 കപ്പിൻ്റെ 1/4 ഭാഗത്തിലേറെ കുറച്ച് കൂടുതലായിട്ട് ഗ്രാം അളവിലാണെങ്കിൽ 125 ഗ്രാം ഷുഗർ പൗഡർ എടുക്കുക. ഇനി നമ്മുടെ ഫ്രൂട്ട് മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഫ്ലോർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കി ഈ ഒരു ഫ്രൂട്ട് മിക്സിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തത് ഈ ഒരു 1/2 kg അളവിന് വേണ്ടിയിട്ട്. ബാക്കി വന്ന ഈ ഒരു ഫ്ലോറ് ഞാൻ ഫ്ലോർ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു 1/2 kg തന്നെ ഈ ഒരു ഫ്രൂട്ട് മിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. നമ്മൾ കസ്റ്റമർക്ക് ഈ അളവ് നോക്കിയിട്ട് ചെയ്യുമ്പോൾ അതെടുത്താൽ മതി. അതിൽ നിന്ന് ഒരു 100 ഗ്രാം അതിൻ്റെ പകുതി എടുത്താൽ മതി.
അപ്പോൾ ടോട്ടൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 200 ഗ്രാമൊക്കെ കിട്ടും. അപ്പോൾ അതിവിടെ റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ 100 ഗ്രാം ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഷുഗർ പൗഡർ 2 കട്ടായിട്ട് ഫുൾ സ്പീഡിൽ തന്നെ ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ പ്ലം കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ കഴിക്കരുത് കേട്ടോ, അന്ന് കഴിക്കരുത്. ഒരു 2 ദിവസമോ 1 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുക. പിന്നെ 2 ദിവസമൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും, അത് വെക്കുന്നോറും ടേസ്റ്റ് കൂടും. ഇനി ചിലർ ചോദിക്കാറുണ്ട് എത്ര ദിവസം പുറത്ത് വെക്കാറുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കേക്ക്സൊക്കെ എന്തായാലും 4 ഡേയ്സൊക്കെ നമ്മൾ പുറത്ത് വെക്കാൻ പറ്റും. ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നമ്മളൊരു എയർ ടൈറ്റ് ആക്കി വെച്ചാൽ മതി കേട്ടോ. പുറത്ത് വെക്കുമ്പോഴും അങ്ങനെ തന്നെ വെക്കുക. ഇതിവിടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ 10 മിനിറ്റ് 150 ഡിഗ്രിയിൽ 2 കോയിലും വെച്ച് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തു. അപ്പോൾ ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂണ് മിക്സ്ഡ് ഫ്രൂട്ട് ജാം, 1/2 ടേബിൾ സ്പൂൺ കാരമലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് മിക്സ് ആകാത്ത ഭാഗം വീണ്ടും സ്പാച്ചിൽ വെച്ച് സെൻറ്ററിലേക്കാക്കി വീണ്ടും ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലോർ മിക്സ് കുറച്ച് 1/3 ഭാഗമോ 2/1 ഭാഗമൊക്കെ ആയിട്ട് 1/2 kg ആയതുകൊണ്ട് 2/1 ഭാഗം മതി. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഫ്രൂട്ട് മിക്സിൻ്റെ 1/3 ഭാഗം ആഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക സ്പാച്ചിൽ വെച്ചിട്ട്. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് 1/2 kg ആകുമ്പോൾ 2 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. 1 kg ഒക്കെ ആകുമ്പോൾ 3 സെക്ഷനായിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്തല്ലോ, അതിൽ പകുതി വേണമെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഇല്ലാത്ത വൈൻ യൂസ് ചെയ്യുക. ഞാൻ വൈൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ആൽക്കഹോൾ ഇല്ലെങ്കിലും അതിൽ ഒരു 2% ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ടാവും, അല്ലാതെ ശരിയാകില്ല അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പേടിയായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതിൽ ഒട്ടും ആൽക്കഹോൾ ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഓറഞ്ച് ജ്യൂസിൻ്റെ പകരം ആൽക്കഹോൾ ഇല്ലാത്ത വൈന് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ പകുതി ചേർത്താലും മതി. അതിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നമ്മൾ ഒരുപോലെ ലെവലാക്കി കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് മുകളിൽ ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സൊക്കെ അയച്ച് കൊടുക്കാം. നല്ല മാങ്ങിയിൽ ഇതുപോലെ ക്യാഷൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ആയതിലേക്ക് ഇതേ സെയിം 150 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ടൈം വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം, ഞാൻ 45 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, 40 മിനിറ്റിന് ശേഷം ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ്, ഈ ടീ ടൈം കേക്ക്സൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ അപ്പം തന്നെ ചൂടോടെ തട്ടരുത്, കാരണം അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതൊരു 5 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ട്രയലിൽ നിന്ന് മാറ്റാൻ കേട്ടോ. അത് ശ്രദ്ധിക്കണം എല്ലാ ടീ ടൈംസ് കേക്ക്സിലും, ഇങ്ങനെയുള്ള ഡ്രൈ കേക്കിലും. പിന്നെ ഞാൻ കേക്ക് ബോർഡിലേക്ക് വെച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുത്തു. ഒരു കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.